കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കേരള സർവകലാശാല ഡിഗ്രിയുടെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസും അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിൽ ടിക്ക് കൊടുത്ത് സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികളുടെ അത് മിസ്റ്റേക്ക് വന്നിട്ട് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സമയം യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഈ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ജൂൺ 28-ന് 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ അതത് കോളേജിൽ ഹാജരാകേണ്ടതാണ്. അപ്പോൾ നിങ്ങളിൽ ഏതൊക്കെ കോളേജിൽ റാങ്ക് ലിസ്റ്റിലുണ്ടോ നിങ്ങൾക്ക് ആ കോളേജിലെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ കോളേജിലും നടക്കുന്നത് ഒരേ ദിവസം തന്നെയാണ്, ജൂൺ 28-നാണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെയോ മറ്റ് പ്രതിനിധികളെയോ അഡ്മിഷൻ പ്രൊസീജിയറിന് കൊണ്ടുപോകാവുന്നതാണ്. അതായത് അവർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളൊരു കോളേജിൽ പോവുകയാണെങ്കിൽ മറ്റൊരു കോളേജിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആർക്കെങ്കിലും ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോളേജിൽ പോകുന്ന എല്ലാ കോഴ്സുകൾക്കും ഓരോ ഷെഡ്യൂൾ തന്നെയാണ് കൗൺസിലിംഗ് നടക്കുന്നത്. അതിനായിട്ടാണ് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കോളേജിൽ വരുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പേരൻസിനെയൊക്കെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ പോകുന്ന കോളേജ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങളുടെ കൈ കരുതുക. പേരൻസ് പോകുന്ന കോളേജ് പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ ഒരു ഓതറൈസേഷൻ ലെറ്ററും കൂടി ഹാജരാക്കണം. അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുമ്പം എനിക്ക് പകരമാണ് എൻ്റെ പേരൻ്റ് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നതെന്നുള്ള സത്യവാങ്മൂലം നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് ാണ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ പേരൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്പോർട്സ് കോട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ജൂൺ 28 12 മണിക്ക് മുമ്പ് നിങ്ങൾ ആ കോളേജിൽ ഹാജരാവണം. ദെൻ അവിടെ ഹാജരാകുന്ന വിദ്യാർത്ഥികളിൽ റാങ്കിൻ്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുള്ള കോളേജുകളിലെല്ലാം പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ കോളേജിനും ഇത്ര സീറ്റ് ആയിരിക്കും സ്പോർട്സ് കോട്ടയ്ക്കുള്ളത്. അപ്പോൾ അത്ര വിദ്യാർത്ഥികളെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കോളേജുകൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏതൊക്കെ കോളേജിലാണോ നിങ്ങളുള്ളത് അത് നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക, കൃത്യമായിട്ട് വായിച്ച് നോക്കുക. പ്രൊഫൈലിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷനും കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാൻ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്